जाको राखे साया। ഇതിൻ്റെ ഒരു ആദ്യത്തെ നമ്മളൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ തന്നെ കൊടുത്തൊരു വൺ ലൈൻ ഉണ്ട്, അതായത് ഒരു ദേശത്തിൻ്റെ കഥ പറയുന്ന സിനിമ എന്നൊരു സാധനം. അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ കഥ പറയുന്ന സിനിമയാണ് ടിയാൻ എന്ന് പറയേണ്ടി വരും. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ വൈവിധ്യമാർന്ന കൾച്ചേഴ്സും ട്രഡീഷൻസും റിലീജിയൻസും അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്ററിയും മിഥോളജിയും ഒക്കെ ഇന്ത്യൻ എക്സോട്ടിക്കകത്തുണ്ട്. അപ്പോൾ ഇത് എല്ലാ ലേയേഴ്സും ഈ എല്ലാ ജോണേഴ്സും കൂടി ഒരുമിച്ച് വന്ന് മൾട്ടി ലെയർഡായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് ടിയാൻ്റെ. ഞാൻ ആക്ച്വലി ടിയാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ സാധിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു ഫ്ലൈറ്റിൽ ഈ സ്ക്രിപ്റ്റ് കേട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു സ്ഥലം എനിക്ക് ഒരു യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ വൈഫിനോട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഐ റിയലൈസ്ഡ് ഇത് അങ്ങനെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒരു അരമണിക്കൂറോ കൊണ്ട് ഇതിൻ്റെ കഥ പറയാൻ പറ്റില്ല. ഒരു 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വൺ ലൈൻ ഞാൻ പറയാം, ഫസ്റ്റ് സീൻ ടു ലാസ്റ്റ് സീൻ ഞാൻ പറയാം, പക്ഷേ ഇതിൻ്റെ കഥ പറയാൻ പറ്റില്ല. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഇത് മൾട്ടിപ്പിൾ ജോണേഴ്സ് ക്രിസ് ക്രോസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല ഇതങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയല്ല, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയല്ല. ഒരു കാലത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ഒക്കെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലൊരു സിനിമ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇറങ്ങിയ അങ്ങനെ അതുപോലൊരു സിനിമ എന്ന് പറയാനുള്ളൊരു റെഫറൻസ് എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടുന്നില്ല. സോ ടിയാൻ ഫോർ മീ ഈസ് എ സ്റ്റാൻഡ് അലോൺ കൈൻഡ് ഓഫ് എ ഫിലിം.